ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പരിശോധിക്കുന്നത് കേരളത്തിലേക്ക് ഒരു വലിയ സമ്മാനം അഥവാ യൂട്യൂബേഴ്സിനെ പ്രത്യേകിച്ചും സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ സന്തോഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ 50 മില്യൺ സബ്സ്ക്രൈബിന് കിട്ടുന്ന ഒരു വലിയ ബട്ടൺ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ണൂർകാരനായ KL ബ്രോ ബിജു റെഡ്വിക് എന്ന വ്യക്തിയുടെ യൂട്യൂബിൽ നിന്നാണ് ഇത്തരം ഒരു സന്തോഷ വാർത്ത ലോകം മുഴുവനും അറിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ബെൽ ബട്ടൺ കിട്ടുന്നത് എന്നത് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി പോവാം. മുന്നേ 50 മില്യൺ ആയവർക്ക് കിട്ടിയിരുന്നത് വേറെ രീതിയിലുള്ള അല്ലെങ്കിൽ വേറൊരു കളറിലുള്ള ബെൽ ബട്ടനായിരുന്നു. ഇന്ന് ഇപ്പോൾ KL ബ്രോക്ക് കിട്ടിയിരിക്കുന്നത് വേറൊരു നിറത്തിലായിരിക്കുന്നു. വലിയ അഭിമാനകരം തന്നെ. പ്രത്യേകിച്ചും ഇവർ 2020 തുടങ്ങിയ ഒരു ചാനലാണ്. എന്നിട്ടും പെട്ടെന്ന് തന്നെ അതിനൊരു ഗ്രോ ഉണ്ടായി, വലിയൊരു മാറ്റമുണ്ടായി. കേരളത്തിന് പുറത്തുമൊക്കെ ഫേമസ് ആയ ഒരു ചാനലാണ് M4 Tech. എന്നിട്ട് പോലും അവർക്ക് കിട്ടാത്ത ഒരു വലിയ മുന്നേറ്റമാണ് ഈ KL ബ്രോ എന്ന ചാനലിൽ കിട്ടി തുടങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 50 മില്യൺ എത്തിയിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്, ഇന്ത്യക്ക് തന്നെ അഭിമാനം എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ആയിട്ടാണ് ഇത്തരം ഒരു റൂബി ബട്ടൺ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ എത്തുന്നത്. അത് കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോകൾ അവർ വീട്ടിലെത്തി അവരത് കാണിക്കുന്നതും പ്രേക്ഷകർക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ പഴയ ബെൽ ബട്ടൺ അഥവാ 100K, അതുപോലെ അങ്ങനെ വ്യത്യസ്ത 2-3 ബെൽ ബട്ടൺ അവർക്ക് ഇതിന് മുന്നോടിയായി കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിൽ കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അവർ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഒരു വലിയൊരു പെട്ടിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് അയച്ചിട്ട് ആ സാധനം മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ്. ഇതിലിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മളെല്ലാം നമുക്ക് ഇപ്പൊ ഇതുവരെ കിട്ടിയ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിനെ എത്തിച്ചേട്ടാ ഇതെല്ലാം എനിക്ക് കിട്ടുന്നതാണ്. അത് അവാർഡ് അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണം. അപ്പൊ എല്ലാം ഇതുണ്ട്, ഡയമണ്ട് ബട്ടൺ ഉണ്ട്, നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ഇത് ആദ്യമായിട്ട് കിട്ടുമ്പോ ഇങ്ങനെ ഒരു സംഭവം അറിയേയില്ല. സിൽവർ ബട്ടൺ, ഇങ്ങനെ ഒരു ബട്ടണുകളുടെ സംഭവമേ നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഇത് ആദ്യമായിട്ട് കിട്ടുമ്പോ ജിതി പറഞ്ഞു 100K ആയ സമയത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് ചോട്ടാൻ ഇത് കിട്ടിയ നമുക്ക് ഇത് മേടിക്കാൻ നമ്മള് എത്ര ദൂരം പോയി കൊറിയർ ഈ ഭാഗത്തില്ല. അപ്പൊ മേടിക്കാൻ കണ്ണൂർ വരെ പോകണമെന്ന് നമുക്ക് നേരം. ഇത് നമ്മളെ ഇത് സെക്കൻഡ് ചാനലിലാണ്. ഇതിന് അത് 2 മില്യൺ കഴിഞ്ഞ ചാനൽ, സെക്കൻഡ് ചാനൽ 2.0. പക്ഷെ നമ്മളതിന്റെ ഗോൾഡ് ബട്ടൺ മേടിച്ചില്ല കേട്ടോ. മേടികളെ കൊടുക്കുന്നത് എങ്ങനെ അറിയായിട്ടാണ്. ജിതിയാണ് കൊടുക്കല്, പിന്നെ ജിതിയെ ഓരോ തിരക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് നമ്മളെ ചാനലിന്റെ 1 ലക്ഷം കിട്ടിയാലുള്ള ഇതാണ് കേട്ടോ. ഇനി അടുത്ത് പറഞ്ഞാൽ ഇത് എല്ലാം ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇതുവരെ കിട്ടിയത് ഒരുമിച്ച് കളിക്കാൻ വെച്ചിട്ടാണ്. അപ്പൊ ഇത് ഗോൾഡ് ആയിട്ട് കിട്ടിയത് 10 ലക്ഷം. അതായത് 10 ലക്ഷം ആയ സമയത്ത് ഒരു 1 മില്യൺ 10 ലക്ഷം ഇങ്ങനെ കിട്ടിയത്. ഇതിന് കിട്ടിയത് കേട്ടോ, താഴെ വെക്കുന്നില്ല. പിന്നെ കിട്ടിയതാണ് ഇത് നമ്മള് 10 മില്യൺ സമയത്ത് ഇതിങ്ങനെ എങ്ങനെ കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കുറെ നമ്മൾ അന്വേഷിച്ചു, ജിതി കുറെ സ്ഥലത്ത് അന്വേഷിച്ചു. ലാസ്റ്റാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എന്താ അറിയാം, അങ്ങനെ ഒരു കിട്ടി. അതെ, ഇപ്പം ഇത് 2-3 ആൾക്ക് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കാണിച്ചു, ഇത് നമ്മൾ ഗ്ലൂട്ട് ഒട്ടിച്ചാണ്. ഇതാണ് ആ ബട്ടൺ. ഡയമണ്ട് ബട്ടൺ പറഞ്ഞാല് 10 മില്യൺ ആകുമ്പോൾ കിട്ടുന്നതാണ്. 10 മില്യൺ കഴിയുമ്പോൾ 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടി സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്ത് കിട്ടുന്ന ബട്ടൺ. തൊട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കലയാന്നുണ്ട് കേട്ടോ, കലയായിട്ടുള്ളത്
ഇത് ബാക്കാണിക്കത് പെട്ടിയും താക്കോലും കാര്യങ്ങളുണ്ട്. പുറകിൽ ഇങ്ങനെ നമ്മുടെ ചാനലിന്റെ പേര് നല്ല എഴുതിയിട്ടുണ്ട്. 10 മില്യൺ 1 കോടിയായ സമയത്ത് കിട്ടുന്ന നല്ലൊരു പെട്ടിയാണ് ഇതിന്റെ പെട്ടി. നല്ല കാനുണ്ട്, ഇത് നല്ല കാനുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കാനം. കുറെ സമയത്ത് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. ഇതിനെക്കാട്ടും കാനുണ്ട് ഇപ്പം കൊണ്ടുവന്നത് നമുക്ക് കാണാം. അപ്പൊ ഇത്ര സാധനം നമുക്ക് 1 കോടി വന്നാൽ കിട്ടിയ 3 അവാർഡ്, സിൽവർ, ഗോൾഡ്, ഡയമണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കരുതുന്നത് വെച്ചാല് 100 ആയിട്ടാമാന്ന് കിട്ടുക എന്തോ പറയാനുണ്ട്. പിന്നീട് അവര് ഫാമിലിയായി അത് കാണിക്കുന്നതും അതുപോലെ തന്നെ ആ ബെൽബട്ടൺ വാങ്ങാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന വിഷയങ്ങളും അനുഭവങ്ങളൊക്കെ അവര് നിങ്ങൾക്ക് മുമ്പിൽ, പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതായി കാണാം. ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോ 2 ദിവസം ഡൽഹിയിൽ പോയതിനും നമ്മളെ യൂട്യൂബ് കുടുംബം 50 മില്യൺ വലിയ ഫാമിലി ആയിരിക്കും. 4 എന്നെക്കാട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ, എന്നെക്കാട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു. അപ്പോ 2 ദിവസം 3 ദിവസമായി നമ്മൾ പോയിട്ട് വന്നു. അപ്പൊ നമ്മളെ യൂട്യൂബ് കുടുംബം 50 മില്യൺ കഴിഞ്ഞ നേരം യൂട്യൂബ് നമുക്ക് ഒരു അവാർഡായിട്ട് പ്ലേ ബട്ടൺ 100K വരുമ്പോൾ അതുപോലെ മില്യനായ സമയത്തും 10 മില്യനായ സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 50 മില്യനായ സമയത്ത് യൂട്യൂബിന്റെ മാനേജറിന്റെ ടീമിന്റെ ഭാഗത്ത് തന്നെ വിളിച്ചു. ഡൽഹിയിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, യൂട്യൂബ് സമിറ്റ് എന്നിട്ടുള്ള പരിപാടി. ആ പരിപാടിനിടയിൽ യൂട്യൂബിന്റെ CEO യൂട്യൂബിന്റെ നല്ലതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമീർ ഖാൻ, ഒരുപാട് പേര് ഇതിന്റെ യൂട്യൂബിന്റെ ഭാഗമായിട്ടുള്ള സിനിമ താരങ്ങൾ എല്ലാവരും വലിയ പങ്കെടുത്ത പരിപാടിയായിരുന്നു. പരിപാടി എടുത്തിട്ട് CEO നമുക്ക് ഈ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരൊരു പ്ലേ ബട്ടൺ തന്നു. നമുക്കൊക്കെ വലിയ സന്തോഷം, അവരുടെ സന്തോഷം എന്നുള്ളത് നമ്മുടെ സന്തോഷം. അതുപോലെ തന്നെ കേരളത്തിലെ, ഇന്ത്യയിലും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് വലിയൊരു സന്തോഷമായ ഒരു നിമിഷം കൂടിയാണ്. ഇത്തരം പ്ലേ ബട്ടണുകൾ കേരളത്തിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും ധാരാളം വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റായി ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ ഈ പ്ലേ ബട്ടൺ കേരളത്തിൽ എത്തി എന്നുള്ളത് തന്നെ കേരളക്കാർക്ക് ആനകരം തന്നെയാണ്. ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒന്നും നമുക്ക് അറിയില്ലേനു. അങ്ങനെ നമ്മൾ തുടങ്ങി, നിങ്ങളെല്ലാവരും കൂടി നമ്മളെ കുടുംബത്തിലേക്ക് വന്നു. കുടുംബം ഓരോ തവണ വലുതാമോ ഓരോ അവാർഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടു. ഇതൊന്നും നമ്മളതായിട്ട് ഉള്ളതല്ല, നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു കുടുംബമായത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഈ കുടുംബത്തിന് കിട്ടിയൊരു അംഗീകാരമാണ് നമ്മളതായിട്ടുള്ള. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് പോയി മേടിച്ചു. അപ്പോൾ ഓരോരുത്തരും നമ്മളെ കുടുംബത്തിൽ വന്നു, നമ്മളെ കൂടെ നിന്നു, നമ്മളെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കണ്ട് നമ്മൾ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മളിവിടം വരെ എത്തിച്ചു. എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്നത്തെ നമ്മൾ ഈ ഒരു അവാർഡ് സമർപ്പിക്കുമെന്ന്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ആകാംക്ഷയിൽ തന്നെ അവാർഡ് നോക്കി, ആകാംക്ഷയിൽ കാണാനുള്ള ഇതില് കാണാം. മോൻ ഇങ്ങനെ ഒരു ഭാഗ്യം ഇത്രയും ദൂരം പോയി നിന്ന് അതിലെല്ലാം പങ്കെടുത്ത് വരാൻ, ഇങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ട് വരാനും ഉള്ളൊരു ഭാഗ്യം നിങ്ങൾ എല്ലാരും കൂടെ നിന്നുകൊണ്ടാ. നമുക്ക് നമ്മളതായിട്ടൊന്നുമില്ല, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 50 മില്യൺ കിട്ടുന്ന സാഹചര്യം അവരുടെ ഒരു പഴയ ചരിത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഉയർച്ചയും ഒക്കെ അവർ വിശദീകരിച്ചതായി കാണാം. അവർക്ക് ഒരു സാധാരണ നോർമൽ ലെവലിലുള്ള ഒരു ഫാമിലിയുടെ ഒരു വ്ളോഗാണ് ഇത്, ചാനലാണത്. എന്നിട്ട് പോലും അവർക്ക് ഇത്തരം ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ കഴിഞ്ഞത് അവരുടെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അവരെ പ്രശംസിക്കേണ്ടതുണ്ട്. കേരളത്തിന് ഒന്നടങ്കം, പ്രത്യേകിച്ച് ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ ഒരു സമയമാണ്. നമ്മൾ കരുതുന്ന വെച്ചാല് 100 ആയിട്ടാമാന്ന് കിട്ടുക എന്തോ പറയാനുണ്ടേ. 100 ആയിട്ടാകുമ്പോൾ കിട്ടുന്ന കേട്ടെ. പക്ഷെ ഇപ്പൊ അവര് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അറിയുന്നത് 50 മില്യന്. പക്ഷെ അതിന് ഒരു ഇതുണ്ട്, നമ്മളെ 50 മില്യന്റെ പ്ലേ ബട്ടൺ തുറക്കാൻ പോകുന്നത്. അപ്പോൾ 50 മില്യൻ 5 കോടി കുടുംബാംഗങ്ങൾ യൂട്യൂബ് ചേരുമ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുന്നത്. പിന്നെ 50 മില്യൺ അവർ അച്ചീവ്മെന്റ് ചെയ്തു എന്നത് കൊണ്ട് തന്നെ അവരുടെ ആ പ്രയത്നം വലിയത് തന്നെയാണ്, ചെറിയ രൂപത്തിലൊന്നല്ല. നമുക്ക് അവരെ പ്രശംസിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മറ്റുള്ള ഒരു എല്ലാ വ്ളോഗേഴ്സിനും ചാനൽ പ്രേക്ഷകർക്കും ഒക്കെ ഒരു മുതൽക്കൂട്ടായോട്ടെ, അതുപോലെ തന്നെ ഒരു പ്രോത്സാഹനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.